ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ എക്സാം ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഓഫ് കിട്ടും കേട്ടോ. ആ ഓഫുള്ള ദിവസമാണ്. അന്ന് ഹസ്ബൻഡും മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ മാത്രം ഫ്രീ ആയിരുന്നു. ഇന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ 40ആണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. വീടൊക്കെ പൂട്ടി ഞാൻ ഇറങ്ങുകയാണ്. ടീച്ചർ ജോലിയൊന്നും ചെയ്യൂല, ടീച്ചർക്ക് വേറെ പണിയൊന്നുമില്ല, വെറുതെ വീഡിയോ എടുക്കുക എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് കൈ കാണിക്കുന്നത്. എൻ്റെ വിരൽ കണ്ടോ, കണ്ട തോരനും മീനും ഒക്കെ വെട്ടിയിട്ട് നിറയെ കുത്തി വരച്ചിട്ട കൈയാണ്. അപ്പം മനസ്സിലായല്ലോ ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. വീട്ടിലെ ജോലിയും ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, ട്യൂഷന് പോകുന്നുണ്ട്. അങ്ങനെ ഫുൾ ടൈം 24 hours ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിംഗ് വുമണാണ് ഞാൻ. അതാർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ലേശം സ്നേഹവും ഒരു പരിഗണനയൊക്കെ തന്നൂടെ ഈ രാവിലെ എണീറ്റ് ഇങ്ങനെ ഓടുന്നതിന്? ഈ ഓട്ടം തന്നെയാണ് കേട്ടോ. എനിക്ക് സ്കൂളിൽ ഓടി സ്കൂളിലേക്ക് ഓടിയിട്ട് സാധാരണ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും നമുക്കൊരു ധൃതിയും സ്പീഡും ഒക്കെ തന്നെയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ സ്കാർഫ് ചുറ്റിയിട്ടില്ല, ഷോൾ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇവിടെ കേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജംഷി ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് അവളുടെ നിന്ന് ഞങ്ങൾ വാങ്ങിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പ്രൊമോഷനാണെന്ന് വിചാരിച്ചിട്ട് അവളോട് എനിക്ക് ഫ്രീ ആയിട്ടൊരു കേക്കൊക്കെ വാങ്ങിത്തരാൻ പറയണം. അടിപൊളി കേക്കാണ്. കേക്കിൻ്റെ പേര് വാവ്. ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ID ഒക്കെ താഴെ മെൻഷൻ ചെയ്യാട്ടോ. ഇഷ്ടപ്പെടും കഴിച്ചു കഴിഞ്ഞാൽ. ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളെല്ലാവരും വാങ്ങും. അത്രയും ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ റേറ്റും കുറവാണ്. അപ്പോൾ ഞാൻ 1 kg കേക്കാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്കൊരു 500 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കൊടുത്ത്. എനിക്ക് അയച്ചിട്ട് കുറച്ച് തന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെ തന്നെയാണ്. നല്ല റേറ്റൊക്കെ കുറവാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കേക്കാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെണ്ടുമല്ലി തോട്ടമുണ്ട് കേട്ടോ. ഓണമൊക്കെ ആയിട്ട് പൂക്കൃഷി നടത്തുന്നതാണ്. ഇവിടെ വന്നിട്ട് പൂവൊക്കെ വാങ്ങാൻ നല്ല റേറ്റ് കുറവാണ്. ഇതിപ്പോൾ നമ്മുടെ ഹെൽത്ത് സെൻ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വാക്കാട് ഹെൽത്ത് സെൻ്ററിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ പൂക്കൃഷി ഉള്ളത് കേട്ടോ, ചെണ്ടുമല്ലി തോട്ടമുള്ളത്. അങ്ങനെ ഞാനും ഷഫ്താബും റുക്സാനൻ്റെ വീട്ടിലേക്ക്, റുക്സാനെയും കുട്ടീനെയും കാണാൻ വേണ്ടിയിട്ട്, ഓളെ 40ആണ്, ഓളെ 40-ന് പോവാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി. നന്നായി മന്തി ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ എന്നോൾ പ്രസവിച്ച് കിടക്കണോണ്ട് തന്നെ അവൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അവൾ ഉമ്മയാണ് ബിരിയാണി ഉണ്ടാക്കിയത്, മന്തി ഉണ്ടാക്കിയിട്ടില്ല. ഇതാ കാണുന്നതാണ് തൊയ്യബിൻ്റെയും റഫ്സാനൻ്റെയും വീട്. അവളെ 3ാമത്തെ കുട്ടിയാണ്. 2 ആൺകുട്ടികൾക്ക് ശേഷം ഉണ്ടാവുന്ന 3ാമത്തെ ഗേളാണ് കേട്ടോ. ഇപ്പോൾ അവൾ പ്രസവിച്ചിരിക്കുന്നത് നല്ലൊരു സുന്ദരി ബേബിനെ. അപ്പം നമ്മൾ വലിയ ഫംഗ്ഷനൊന്നുമല്ല, ഞാനും ഷഫ്താബും പിന്നെ അവളെ വീട്ടുകാരും അവൻ്റെ വീട്ടത്താരും, അത്രയേ ഉള്ളൂ. നമ്മൾ കേക്കറ്റൊക്കെ പോകുന്നുണ്ട്. ഞാനിതിൽ ബേബിനെയും റുഫ്സാനെയും ഷഫ്താബിനും ഒന്നും കാണിക്കുന്നില്ല. അവർക്ക് ആർക്കും വീഡിയോയിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇതാണ് നമ്മുടെ വാവ് കേക്ക്. കാണുന്നത് പോലെ കഴിക്കാനും വാവുമാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ബേബിയുടെ കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. കുഞ്ഞു ബേബിയല്ലേ, ഇപ്പോഴേ കാണിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാണ്ടെങ്ങാനും ഫേസ് പെട്ടു പോകുന്നുണ്ട്. മാക്സിമം ഞാൻ കട്ട് ചെയ്ത് എല്ലാവരും ഫേസൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നോർമലി നമുക്ക് ഞങ്ങളുടെ ഇതിൽ 40-ൻ്റെ അന്ന് സ്വർണം കിട്ടും. ഇപ്പോൾ സ്വർണത്തിൻ്റെ ഒക്കെ വില അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയ പരിമിതികൾക്കുള്ള സ്വർണ്ണം കെട്ടലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മൾ ഫുഡിൻ്റെ ടൈമായി, നമ്മുടെ ടൈമിലെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത് ഫുഡാണ്. ഇതാണ് ഷഫ്താബിൻ്റെ മൂത്ത മോന് ഷയാൻ കേട്ടോ. അവർക്ക് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര നാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കണ്ടോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണേ. ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. ബീഫ് ബിരിയാണി എന്ന് കേട്ടാൽ ഞാൻ പിന്നെ അവിടെ ഫ്ലാറ്റാണ്. എനിക്ക് കുട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിക്കൻ ബിരിയാണി. എല്ലാ ബിരിയാണിയും ഇഷ്ടമാണ് കേട്ടോ. ഫിഷ് ബിരിയാണിയും ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങോട്ട് കടിക്കാത്തവരൊക്കെ നമ്മൾ കഴിക്കും, അങ്ങനെയാണ് പണ്ടുള്ള ആളുകൾ പറയല്ലോ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഞാനിവിടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റിഫ്സാനയുടെ ഉമ്മ ഉണ്ടാക്കിയതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം കഴിച്ചാൽ പോരാ, അപ്പോൾ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ അവർ ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമല്ലോ. ഇത് തൊയ്യബിൻ്റെ പെങ്ങളെ മോളാട്ടോ. നല്ല സംസാരിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ ചടപടയിച്ചിട്ട് ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണമല്ലോ, കണ്ടില്ലേ? അപ്പോൾ അവളുടേതായ രീതിയിൽ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു, ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നു. പിന്നെ നമ്മൾ മോളെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. ഇതാണ് മോളെ പേരിട്ടാ. പിന്നെ അതാ കേക്കിൻ്റെ അടുത്ത് മോളിങ്ങനെ ഉടുപ്പൊക്കെ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. മറ്റേ ഡ്രസ്സുള്ള ഫോട്ടോസും ഉണ്ടായിരുന്നു. ഈ ഉടുപ്പിട്ടിട്ടും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കേക്ക് റഫ്സാനിൻ്റെ 2 മക്കളാണ് നിൽക്കുന്ന ബോയ്സ് ഇട്ടാ, റിഷും റിഫിനും. അവർ 2-3 ആളും കൂടി അങ്ങോട്ട് മുറിച്ചു. അങ്ങനെ നമ്മൾ കേക്ക് കഴിച്ചു. കേക്ക് നമുക്ക് ആർക്കും ലാവിഷായിട്ട് കഴിക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും കഴിച്ചു പോയി. നമുക്കൊരു പീസേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ് ചെണ്ടുമല്ലി തോട്ടത്തിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.